നഴ്സുമാരുടെ കണ്ണീരിൽ ചവിട്ടി വീണയുടെ പാര. സെക്രട്ടേറിയറ്റ് വളയാൻ 25,000 നഴ്സുമാർ. നിശാഗന്ധി പൂട്ടി ആരോഗ്യമന്ത്രിയുടെ പകവീട്ടൽ. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ താങ്ങായി നിൽക്കുന്ന നഴ്സുമാർ തന്നെ ഇനി സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുകയാണ്. 7 വർഷമായി ശമ്പള വർധനവ് ഇല്ലെന്നാരോപിച്ച് ആയിരങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ പ്രതിഷേധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. വാഗ്ദാന ലംഘനങ്ങളും വേദി വിവാദങ്ങളും ചർച്ചയായ സാഹചര്യത്തിൽ മാർച്ച് 4-നുള്ള ഈ പ്രക്ഷോഭം സംസ്ഥാന രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും ഒരുപോലെ പരീക്ഷിക്കുന്ന നിർണായക ഘട്ടമായി മാറുന്നു. തിരുവനന്തപുരം നഗരം നാളെ ഒരു വൻ സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ ഒരു പത്രമാധ്യമങ്ങളും നൽകാത്ത, എന്നാൽ കേരളത്തിലെ ഓരോ നഴ്സിംഗ് കുടുംബത്തെയും ബാധിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് നാളെ കേരളത്തിലെ നഴ്സുമാർ സെക്രട്ടേറിയറ്റ് വളയുകയാണ്. വർഷങ്ങളായി നഴ്സുമാർ തങ്ങൾക്ക് ശമ്പളം വർദ്ധിക്കാൻ വേണ്ടിയുള്ള സമരത്തിലാണ്. 2018 ശേഷം അവർക്ക് ശമ്പളം വർദ്ധിച്ചിട്ടില്ല. ഹൈക്കോടതി, സുപ്രീം കോടതി വിധി വന്നിട്ടും അതിൽ യാതൊരു മാറ്റവും വന്നിട്ടുമില്ല. 7 വർഷമായി 1 രൂപ പോലും ശമ്പള വർധനവ് ഉണ്ടായിട്ടില്ലെങ്കിലും ജീവിത ചിലവ് ഈ 7 വർഷം കൊണ്ട് 10 മടങ്ങായി എന്നതാണ് യാഥാർത്ഥ്യം. ഇടക്കാല ആശ്വാസം ഉണ്ടായെങ്കിലും സർക്കാർ വാഗ്ദാനങ്ങൾ ലംഘിച്ചു. തൃശൂരിൽ നടന്ന കൺവെൻഷനിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ 25,000-ലധികം നഴ്സുമാർ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുക. നാളെ 2026 മാർച്ച് 4 ബുധനാഴ്ച തിരുവനന്തപുരം നഗരം കാണാൻ പോകുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധ മാർച്ചുകളിൽ ഒന്നായിരിക്കും. 2018 ശേഷം നഴ്സുമാരുടെ ശമ്പളത്തിൽ 1 രൂപ പോലും വർധനവ് ഉണ്ടായിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കെയാണ് ഈ സമരം. മിനിമം ശമ്പളം 40,000 രൂപയാക്കണം. അതായത് ഒരു ദിവസം ജോലി ചെയ്താൽ 1,333 രൂപയെങ്കിലും ലഭിക്കണമെന്ന ലളിതമായ ആവശ്യമാണ് നഴ്സുമാർ ഉന്നയിക്കുന്നത്. 2025 തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം ഒത്തുകൂടിയ ആയിരങ്ങൾ സർക്കാരിന് നൽകിയ മുന്നറിയിപ്പ് വെറുതെയായി എന്നതാണ് മറ്റൊരു വസ്തുത. മന്ത്രി രാജൻ അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ ജലരേഖയായതോടെയാണ് നഴ്സുമാർ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. ഏതാണ്ട് 750ഓളം സ്വകാര്യ ബസ്സുകളിലായി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നഴ്സുമാർ നാളെ രാവിലെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഒത്തുകൂടും. എന്നാൽ നഴ്സുമാരുടെ ആത്മവീര്യം തകർക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളാണ് ഇപ്പോൾ വിവാദമാകുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം നഴ്സുമാർക്ക് അവരുടെ അവകാശ പ്രഖ്യാപനം നടത്താനായി നിശാഗന്ധി ഓഡിറ്റോറിയം നേരത്തെ പണമടച്ച് ബുക്ക് ചെയ്തിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KC വേണുഗോപാൽ, രാജീവ് ചന്ദ്രശേഖർ, രമേശ് ചെന്നിത്തല, KS ശബരിനാഥൻ തുടങ്ങിയവരെ ക്ഷണിക്കുകയും അവർ വരാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ നാടകീയമായി നിശാഗന്ധിയിലെ ബുക്കിംഗ് റദ്ദാക്കി എന്ന വിവരമാണ് അവർക്ക് ലഭിച്ചത്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഓഡിറ്റോറിയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടൽ കാരണമാണ് റദ്ദാക്കിയതെന്ന് പിന്നീട് അവർ അറിയുന്നു. ഇതൊരു സാരമല്ല, വെറുമൊരു കൺവെൻഷൻ ആണെന്ന് അറിയിച്ചിട്ടും സർക്കാർ കാണിച്ച ഈ പകവീട്ടൽ ഭരണകൂട ഭീകരതയുടെ ഉത്തമ ഉദാഹരണമാണ്. നിശാഗന്ധി നഷ്ടപ്പെട്ടതോടെ പുത്തരിക്കണ്ട മൈതാനം ബുക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവിടെയും പാരകൾ നീണ്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പദയാത്രയുടെ സമാപനം 6-ാം തീയതി ആയതിനാൽ 4ഉം 5ഉം തീയതികളിൽ അവിടെ പന്തലിട്ടിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിട്ടുനൽകാൻ സമ്മതിച്ചെങ്കിലും കൈമനം പ്രഭാകരൻ എന്ന കോൺഗ്രസ് പ്രവർത്തകൻ സ്റ്റേജ് വിട്ടുനൽകാൻ തയ്യാറല്ലെന്ന് വാശി പിടിക്കുകയാണ്. ഇതോടെ 25,000-ഓളം വരുന്ന നഴ്സുമാർ ഒത്തുചേരാൻ ഒരിടമില്ലാത്ത അവസ്ഥയാണ് തലസ്ഥാനത്തുള്ളത്. എന്നിരുന്നാലും സർക്കാർ എത്ര പാര വെച്ചാലും നാളെ നഴ്സുമാർ പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ആശുപത്രി മുതലാളിമാരെ ഭയന്ന് ഈ വാർത്ത മൂടിവെക്കുകയാണ്. കേരളത്തിൽ മാത്രം 28 ലക്ഷം നഴ്സിംഗ് സമൂഹമുണ്ട് എന്ന് മറന്നു പോകരുത്. അവരിൽ മഹാഭൂരിപക്ഷവും പ്രവാസികളാണെങ്കിലും അവരുടെ മനസ്സ് നാളെ തിരുവനന്തപുരത്തെ സമരം ചെയ്യുന്ന സഹോദരങ്ങൾക്കൊപ്പമാണ്. അവരെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ കഴിയുന്ന ഒരു വോട്ട് ബാങ്ക് തന്നെയാണിതെന്ന് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നാളെ ഉച്ചയ്ക്ക് 1:30-ഓടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പിരിയുമെങ്കിലും അതിനുശേഷം നഴ്സുമാർ ഒത്തുചേരുന്നിടത്ത് നിന്ന് ശക്തമായി തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കും. നഴ്സുമാരുടെ കണ്ണീരിന് മറുപടി നൽകാൻ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ജനമത് നൽകുക തന്നെ ചെയ്യും. ജീവിത ചെലവ് 10 മടങ്ങായി വർദ്ധിച്ചിട്ടും 7 വർഷമായി ശമ്പള വർധനവ് നൽകാതെ അവരെ പട്ടിണി കിടക്കുന്ന നയം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആരോഗ്യമന്ത്രി നടത്തുന്ന ഈ കളി തീക്കളി കൊണ്ടുള്ള കളിയാണ്. നാളത്തെ ജനകീയ പ്രക്ഷോഭത്തിന് സകല മനുഷ്യരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. നഴ്സുമാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരം തുടരുമെന്നും തിരുവനന്തപുരത്തെ സ്തംഭിപ്പിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ഇത് വഴിമാറുമെന്നും ഉറപ്പാണ്. നഴ്സുമാരുടെ കഷ്ടപ്പാടുകൾ കാണാത്ത സർക്കാർ കണ്ണു തുറക്കുന്നത് വരെ ഈ ജനകീയ സമരത്തിന് ഞങ്ങളെ പോലുള്ള മാധ്യമങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല.